ഹായ്, എല്ലാവർക്കും പ്രൊമോസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വേറൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, മങ്ങ പച്ചടി. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന മാമ്പഴ പച്ചടി. നമുക്കിതിനായിട്ട് വേണ്ടത് 3 മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചത്, ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരകിയിട്ട് മാറ്റി വെക്കണം. ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല. അതുകൂടാതെ 1 സ്പൂൺ പച്ചരി, കുറച്ച് കടുക്, കറിവേപ്പില, 3 ഉണക്കമുളക്, ചെറിയ ജീരകം, 8 പച്ചമുളക്. നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് മിക്സിയിൽ ഈ തേങ്ങ, നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ അതിലിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പച്ചമുളക്, ജീരകം, പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പച്ചരി, പിന്നെ കടുക്. അപ്പോൾ കുറച്ച് കടുക് കൂടി ഇടണം. ഇത് കൂടിയിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് മാങ്ങ ഒരു ചട്ടിയിൽ കറക്റ്റ് മാങ്ങ മുങ്ങുന്ന വിധത്തിൽ വേണം വെള്ളം ഒഴിച്ച് വയ്ക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് വെള്ളം കൂടാനും പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കത് വേവിച്ചെടുക്കാം. ഒരു ഹാഫ് വേവേ ആകാൻ പാടുള്ളൂ, കാരണം ഒരുപാട് വെന്ത് കഴിഞ്ഞിട്ട് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹാഫ് വേവ് ആകാനേ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതിൽ ഇട്ട് കൊടുക്കാം. നമുക്കിതുപോലെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ് ചൂടായി കഴിഞ്ഞാൽ ആ തേങ്ങയുടെ മണം ഒന്ന് പോയി കിട്ടും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഇതിലിട്ട് കൊടുക്കാം. ഈ തൈര് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ആ പുളിപ്പും ആ മധുരം കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും മാങ്ങാപ്പച്ചടിക്ക്. അതിനുശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൽ കുറച്ച് കടുകിട്ട് കൊടുക്കുക. ഒരു 3 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത് കൂടി ഇട്ട ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് താളിച്ച് കൊടുക്കാം. ജസ്റ്റ് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പല വീടുകളിലും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഈ രീതിയിലൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴ പച്ചടിയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.